Dear friends, welcome back to VKP Commerce Education. Now we'll discuss the factors affecting elasticity of demand or determinants of elasticity of demand. Elasticity of ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ ഡിറ്റർമിനൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് അറിയാം. ഒരു സാധനത്തിൻ്റെ പ്രൈസിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്ര ഡിഗ്രി ഓഫ് ചേഞ്ചസ് വരുന്നു, അല്ലെങ്കിൽ റെസ്പോൺസീവ്നെസ് ചേഞ്ച് ഇൻ പ്രൈസിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്രത്തോളം വ്യതിയാനം സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ, ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് അഫക്ട്സ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് നേച്ചർ ഓഫ് കമ്മോഡിറ്റി. ഒരു സാധനത്തിൻ്റെ പ്രത്യേകത, ആ പ്രത്യേകത തന്നെയായിരിക്കും അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയെ അഫക്റ്റ് ചെയ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഗുഡ്സിനെ കംഫോർട്ട് ഗുഡ്സ്, ലക്ഷറീസ് ഗുഡ്സ് എന്നുള്ള ക്ലാസിഫിക്കേഷനും നെസസറി ഗുഡ്സ് എന്നുള്ള ക്ലാസിഫിക്കേഷൻസുമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നെസസറീസ് ഗുഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നിത്യോപയോഗ സാധനങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ സാധനങ്ങൾ ഇല്ല എങ്കിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ അത്തരം ഗുഡ്സിൻ്റെ പ്രൈസ് അത്രത്തോളം നമ്മളെ ബാധിക്കുന്നില്ല. അപ്പോൾ അതിൽ വരുന്ന പ്രൈസിൻ്റെ വ്യതിയാനം സാധനങ്ങളുടെ പർച്ചേസിനെ അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് അത്തരം ഗുഡ്സുകൾക്ക് ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് ആയിരിക്കും. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് മീൻസ് പ്രൈസിൽ വരുന്ന വ്യതിയാനം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്നില്ല എങ്കിൽ അത്തരം ഗുഡ്സിനെയാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡുള്ള ഗുഡ്സ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് ഗുഡ്സ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡുള്ള ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസിൽ വരുന്ന വ്യതിയാനം നേരിട്ട് ഗുഡ്സിൻ്റെ ഡിമാൻഡിൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാവുന്ന. അപ്പോൾ ലക്ഷറീസ്, കംഫേർട്സ് തുടങ്ങിയവയ്ക്കൊക്കെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡാണ് ഉള്ളത്. സോ ദ കൺസ്യൂമർ വിൽ ബൈ നെസസറീസ് ഇൻ എ ഫിക്സഡ് ക്വാണ്ടിറ്റി വട്ട് എവർ മേ ബി ദെയർ പ്രൈസസ് ഫോർ ഫുഡ് ഗ്രെയിൻ, സാൾട്ട്, മെഡിസിൻസ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ എത്ര പ്രൈസ് ആണെങ്കിലും ആളുകൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യാൻ നിർബന്ധിതരാവുന്ന അവസ്ഥയാണ്. അതേസമയം കംഫേർട്സ്, ലക്ഷറീസ് ആണെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. അതിൻ്റെ പ്രൈസ് അവരെ നേരിട്ട് ബാധിക്കുകയും അതുകൊണ്ട് വില കൂടി കഴിഞ്ഞാൽ അത് വാങ്ങാതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഫസ്റ്റ് ഫാക്ടർ ഈസ് നേച്ചർ ഓഫ് കമ്മോഡിറ്റി. സെക്കൻഡ് വൺ, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഒരു സാധനത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് ആയിരിക്കും. The demand for goods which have substitute is normally elastic. For example, coffee and teas are substitute. If the price of tea increases, people may buy coffee or switch over to coffee. അതായത് കോഫിയും ടീ ഓർ കോഫി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത പ്രൊഡക്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും അപ്ലൈ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല എങ്കിൽ, ഒരു ഗുഡ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല എങ്കിൽ ആ ഗുഡ്സ് ഇൻഇലാസ്റ്റിക് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, സാൾട്ടിൻ്റെ കേസ് എടുക്കുക. ഉപ്പിനൊന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, അതുകൊണ്ട് തന്നെ അത് ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള ഗുഡായിട്ട് മാറും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻകം ഓഫ് കൺസ്യൂമറാണ്. ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന് പരമപ്രധാനമായ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകമാണ്. ഇൻകം ലെവലിനനുസരിച്ചാണ് നമ്മുടെ പർച്ചേസ് എല്ലാം വരുന്നത്. റിച്ച് പീപ്പിൾ ആർ ലെസ് അഫക്റ്റഡ് ബൈ ദ ചേഞ്ച് ഇൻ പ്രൈസ്. ഹൈ ഇൻകം ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധനങ്ങളുടെ പ്രൈസിൽ വരുന്ന വ്യതിയാനം അവരുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അത്രത്തോളം ബാധിക്കുന്നില്ല. സോ ഇഫ് എ കമ്മോഡിറ്റി ഈസ് കൺസ്യൂംഡ് മെയിൻലി ബൈ റിച്ച് പീപ്പിൾ, ഇറ്റ്സ് ഡിമാൻഡ് വിൽ ബി ടെൻഡ് ടു ബി ഇൻഇലാസ്റ്റിക് ബിക്കോസ് ദേ വിൽ ഡിമാൻഡ് ദ കമ്മോഡിറ്റി അറ്റ് ഓൾ ലെവൽസ് ഓഫ് പ്രൈസ്. റിച്ച് പീപ്പിൾസിനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ അത്തരം പ്രൊഡക്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. അവിടെ അത്തരം ക്ലാസ് ഓഫ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൈസിൽ വരുന്ന വ്യതിയാനം അത്രത്തോളം അവരെ ബാധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലോവർ ഇൻകം ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ അവിടെ പ്രൈസിൽ വരുന്ന വ്യതിയാനം അവരെ നേരിട്ട് ബാധിക്കുകയും അതുകൊണ്ട് തന്നെ ആ ഗുഡ്സിന് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓർ ഫോർത്ത് കാറ്റഗറി ഈസ് പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ്. നമ്മുടെ മുഴുവൻ ഇൻകത്തിലെ എത്ര ശതമാനം, വളരെ കുറഞ്ഞ ഭാഗമേ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് നമ്മൾ ചിലവഴിക്കുന്നുള്ളൂ എങ്കിൽ അങ്ങനെ അത്തരം കേസുകളിൽ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ വരുന്ന വ്യതിയാനം നമ്മളെ അത്രത്തോളം ബാധിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉപ്പ് മേടിക്കുന്നതിന് വേണ്ടിയിട്ടോ തീപ്പെട്ടി മേടിക്കുന്നതിന് വേണ്ടിയിട്ടോ ന്യൂസ് പേപ്പർ മേടിക്കുന്നതിനോ വേണ്ടിയിട്ട് ചിലവഴിക്കപ്പെടുന്ന സംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ മാസ വരുമാനത്തിൻ്റെ വളരെ തുച്ഛമായ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത്തരം തുച്ഛമായ ഇൻകം മാത്രം സ്പെൻഡ് ചെയ്യപ്പെടുന്ന ഗുഡ്സിനാണെങ്കിൽ അതിൻ്റെ പ്രൈസ് അഫക്റ്റ് ചെയ്യില്ല. സോ അതിൻ്റെ ഗുഡ്സിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ ഹാബിറ്റ് ഓഫ് കൺസ്യൂമേഴ്സ് ആണ്.
If a consumer habitual of a particular product or a particular brand of a product, its demand will be relatively inelastic. നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റുമായിട്ട് ബ്രാൻഡ് ലോയൽ ആണ് എങ്കിൽ, ഹാർഡ് കോർ ആയിട്ടുള്ള ബ്രാൻഡ് ലോയൽ ഉണ്ട് എങ്കിൽ, നമ്മൾ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യപ്പെടുന്നതിനുമായി ബന്ധപ്പെട്ട് അതില്ലെങ്കിൽ അതിൻ്റെ പ്രൈസിൽ വരുന്ന വ്യതിയാനം നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വല്ലാതെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. സോ അത്തരം ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ, വി ആർ ഹാബിച്വൽ ടു സ്മോക്കിംഗ് ഹാബിറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മദ്യപന്മാരുടെ ഹാബിറ്റുകൾ സംബന്ധിച്ചിടത്തോളം അത്തരം ഗുഡ്സിൻ്റെ പ്രൈസിൽ വരുന്ന വ്യതിയാനം എത്രത്തോളം ടാക്സ് ഏർപ്പെടുത്തിയാലും ആ സാധനം അവർ പർച്ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ള. സോ ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിമാൻഡാണ് ഈ ഒരു ലിക്കർ പ്രൊഡക്ട്സിനും അതുപോലെ തന്നെ ആൽക്കഹോൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ സെയിം ഇൻടോക്സിക്കൻസ് ആയിട്ടുള്ള സിസേഴ്സിനായാലും ടൊബാക്കോയ്ക്കായാലും എല്ലാം ഉള്ളത് ഈ ഒരു ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. ദെൻ അനദർ വൺ, നമ്പർ ഓഫ് യൂസസ് ഓഫ് കമ്മോഡിറ്റി. നമ്മളൊരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്തിട്ട് എത്രത്തോളം പർപ്പസ് അല്ലെങ്കിൽ വേരിയസ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ഫാക്ടർ. ഇഫ് എ കമ്മോഡിറ്റി ക്യാൻ പുട്ട് ടു സെവറൽ യൂസസ്, ഇറ്റ്സ് ഡിമാൻഡ് വിൽ ബി ഇലാസ്റ്റിക്. അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യപ്പെടുന്ന കമ്മോഡിറ്റി ഒന്നിലധികം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ പ്രൈസ് നമ്മളെ ബാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇലക്ട്രിസിറ്റി, കോൾ, സ്റ്റീൽ, അലുമിനിയം തുടങ്ങിയ പ്രൊഡക്റ്റുകൾ എടുത്തുക. അതൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് കുറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ പർച്ചേസ് ചെയ്യാം. സോ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ആയിരിക്കും അത്തരം ഗുഡ്സിന് അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അനദർ വൺ, പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് ദ യൂസ് ഓഫ് ദ കമ്മോഡിറ്റി. നമ്മളിപ്പോൾ ഉപയോഗിക്കേണ്ടതിന് പകരം അത് ഭാവിയിലേക്ക് മാറ്റി വയ്ക്കാൻ കഴിയുമെങ്കിൽ അതിന് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡാണ്. അപ്പോൾ ഇപ്പോൾ വില കൂടുതലാണ്, അതുകൊണ്ട് നമ്മളിപ്പോൾ മേടിക്കേണ്ട, നമുക്ക് ഭാവിയിൽ വേണമെങ്കിലും മേടിക്കാം. അതില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നിലനിൽക്കാൻ കഴിയും എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഭാവിയിൽ പർച്ചേസ് ചെയ്യാം. അത്തരം ഗുഡ്സിനും ഇലാസ്റ്റിക് ഡിമാൻഡാണ്. If we can postpone the buying of some commodities to a future date, such goods will have elastic demand. For example, TV, refrigerator, car, etc. അപ്പോൾ പ്രൈസ് കൂടുകയാണ്, ഇതിനൊരു പ്രൈസ് ഇൻക്രീസിങ് ട്രെൻഡാണ് കാണിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അത് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് പിന്നീട് പർച്ചേസ് ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ സച്ച് ഗുഡ്സ് ഹാവ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ. ദെൻ ഫോർ എക്സാമ്പിൾ, അതേ കേസിൽ നമ്മൾ പഠിച്ചു വെജിറ്റബിൾസ്, മെഡിസിൻസ്, അതുപോലത്തുള്ള ഫുഡ് ഗ്രെയിൻസ്, മിൽക്ക് തുടങ്ങിയിട്ടുള്ള ഡേ ടു ഡേ അഫയേഴ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് നമ്മളെ അത്രത്തോളം ബാധിക്കാൻ സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും അത്തരം ഗുഡ്സിന് വരുന്നത്. ദെൻ എയ്ത്ത് വൺ, ഡിമാൻഡ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്താണ്. ഡിമാൻഡ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിമാൻഡ് ഓഫ് മെയിൻ പ്രൊഡക്റ്റ്. മെയിൻ പ്രൊഡക്റ്റും അവിടെ ഒരു അതിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ പ്രൊഡക്റ്റിൻ്റെ നമുക്ക് അനുഭവവേദ്യമാകുന്നതിന് ഒരു സബ്സിഡിയറി പ്രൊഡക്റ്റ് കൂടി ചേരണം. ഫോർ എക്സാമ്പിൾ, കാർ ആൻഡ് പെട്രോൾ, ഇങ്ക് ആൻഡ് പെൻ തുടങ്ങിയുള്ള കൺസെപ്റ്റുകളൊക്കെ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. ഇഫ് ദ ഡിമാൻഡ് ഓഫ് എ മെയിൻ പ്രൊഡക്റ്റ് ഈസ് ഇലാസ്റ്റിക്, ദ ഡിമാൻഡ് ഫോർ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആൾസോ വിൽ ബി ഇലാസ്റ്റിക്. മെയിൻ പ്രൊഡക്റ്റ് ഇലാസ്റ്റിക് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കോംപ്ലിമെൻ്ററി ഗുഡും ഇലാസ്റ്റിക് ആയിരിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, കാറിന് നമ്മൾ അത്രത്തോളം അല്ലെങ്കിൽ കാറിൻ്റെ പ്രൈസിനെ നമ്മൾ അത്രത്തോളം അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല. നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പെട്രോളിൽ വില വർധനവ് നമ്മളെ അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാറ് വാങ്ങുന്നുണ്ട്, കാറിലാണ് സ്ഥിരം യാത്ര ചെയ്യുന്നത് എങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പെട്രോളിൻ്റെ വില വർധനവിനെ അത്രത്തോളം ബാധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ബട്ട് ഇൻഡയറക്റ്റ്ലി ഇറ്റ് ഈസ് അഫക്ട് ദ ഓൾ പീപ്പിൾ എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഇഫ് ദ ഡിമാൻഡ് ഓഫ് മെയിൻ പ്രൊഡക്റ്റ് ഈസ് ഇൻഇലാസ്റ്റിക്, ദ ഡിമാൻഡ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ് ആൾസോ വിൽ ബി ഇൻഇലാസ്റ്റിക്. മെയിൻ പ്രൊഡക്റ്റ് ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കോംപ്ലിമെൻ്ററി ഗുഡ്സിനും ഇൻഇലാസ്റ്റിക് ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ നയൻത്ത് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഇൻ ദ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിലെ ഇൻകം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ആളോഹരി വരുമാനത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം കൃത്യവും നീതിയുക്തവും ആണ് എങ്കിൽ അവിടെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ടായിരിക്കാം. ഇഫ് ദർ ഈസ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഇൻ ദ ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റീസ് ഈസ് ജനറലി റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. അതായത് കുറച്ച് ആളുകൾക്ക് കൂടുതൽ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും കുറച്ച് ആളുകൾക്ക് കുറഞ്ഞ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും, അതായത് ബിലോ പോവർട്ടി ലൈനിൽ താഴെ കുറേ ആളുകളും എബോ പോവർട്ടി ലൈനിൽ കുറേ ആളുകളും, അത് കണ്ടിന്യൂസ് ആയിട്ട് അതേ ഒരു ട്രെൻഡും പാറ്റേണുമാണ്
ഒരു രാഷ്ട്രത്തിൽ കാണിക്കുന്നത് എങ്കിൽ അവിടെ ഇന്നിലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് ആയിരിക്കും. കാരണം പണക്കാരൻ എന്നും പണക്കാരനാവുന്ന അവസ്ഥയിൽ തന്നെ തുടരുന്നു. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ കഴിയും. പ്രൈസ് അവരെ അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല. സാധാരണക്കാരനോ പട്ടിണി പാവങ്ങളോ വീണ്ടും പട്ടിണി പാവങ്ങളായിട്ട് മാറുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രൈസിൽ വരുന്ന വില വർധനവ് അവരെ അഫക്റ്റ് ചെയ്യുകയും അവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാനും കഴിയുന്നില്ല. സോ ഇന്നിലാസ്റ്റിക് ആയിട്ട് മാറുകയും ചെയ്യും. ഇഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഇൻ ദ സൊസൈറ്റി ഈസ് ഈക്വൽ, ദ ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റീസ് ജനറലി ഇലാസ്റ്റിക്. കൃത്യമായിട്ട് എക്വിറ്റബിൾ ആയിട്ട് ഫെയർലി ആയിട്ടുള്ള ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ആണ് ഒരു രാഷ്ട്രത്തിൽ എങ്കിൽ അവിടെ ഒരു ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും ഗുഡ്സ് ആൻഡ് സർവീസസിന് ഉണ്ടാവുക എന്നുള്ളതാണ്. Then 10th and last one, durability of the commodity. If the commodity is durable and can be used for a long time, the demand for such commodity will be elastic. ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സിന് നമുക്ക് പ്രത്യേകിച്ച് എന്തായിരിക്കാം, ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം നമുക്ക് അൺഡ്യൂറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പെരിഷബിൾ ആയിട്ടുള്ള അധികം കാലം സൂക്ഷിക്കാൻ കഴിയാത്ത ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അതിന് ഇന്നിലാസ്റ്റിക് ആയിരിക്കും. അവിടെ പ്രൈസ് നമ്മളെ അത്രത്തോളം അഫക്റ്റ് ചെയ്യപ്പെടില്ല. This is because the consumers are likely to get such commodities repaired in case of price rise. പ്രൈസ് കൂടിയാലും അത്തരം ഗുഡ്സ് നമുക്ക് വാങ്ങിയിട്ട് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റിപ്പയർ ചെയ്തേക്കെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള രൂപത്തിലാണ്. ഇഫ് എ കമ്മോഡിറ്റി cannot be used for a long time, the demand will be relatively inelastic. ലോങ് ടൈമിൽ ഉപയോഗിക്കാൻ കഴിയാത്ത പ്രൊഡക്ട്സ് ആണെങ്കിൽ അത്തരത്തിൻ്റെ പ്രൈസ് നമ്മൾ ബാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അത് ഇന്നെലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.